ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വന്നിട്ടുള്ളത് പപ്പായ വെച്ചിട്ട് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു കറിയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ പപ്പായയുടെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇതേപോലെ നീളത്തിൽ കട്ട് ചെയ്തിട്ട് കുറച്ച് വലുപ്പത്തിൽ തന്നെ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിലേക്കായിട്ട് ഒരു തക്കാളിയും എരിവനുസരിച്ചിട്ട് പച്ചമുളകും ഒരു 3-4 ചെറിയ ഉള്ളിയും 2 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇതിനി കുക്കറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാം. ഇതിലേക്ക് ദാല് വേവിച്ചെടുക്കണം ആദ്യം. അപ്പോൾ ഞാൻ ഇതുപോലുള്ള പെട്ടെന്ന് വേവുന്ന ഒരു പരിപ്പാണ് എടുത്തിട്ടുള്ളത്. അത് കുക്കറിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് അതിൻ്റെ ഒപ്പം തന്നെ ഈ ഒരു പപ്പായയും വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ദാലിന് വേവ് കൂടുതലാണെങ്കിൽ ആദ്യം ദാല് വേവിച്ചിട്ട് അതിലേക്ക് പപ്പായൊക്കെ ചേർത്തിട്ട് വേവിച്ചെടുത്താൽ മതി. ചെറിയുള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകും പപ്പായയും തക്കാളിയും കൂടെ ദാലിൻ്റെ ഒപ്പം തന്നെ ഇട്ടിട്ട് വേവിച്ചെടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഇനി ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂണോളം മുളക് പൊടി ചേർക്കുന്നുണ്ട്. നിങ്ങളുടെ മുളക് പൊടിയുടെ എരിവ് അനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. ഇത് വേകാൻ ആവശ്യമായിട്ടുള്ള വെള്ളവും ചേർത്ത് കൊടുത്ത് കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുത്ത് ഇതിന് അടച്ചിട്ട് ഒരു 2 വിസിൽ കേൾക്കുന്നുണ്ട് വരെ വേവിച്ചെടുക്കാം, ഒരു മീഡിയം ഫ്ലെയിമിൽ. അപ്പോൾ നിങ്ങളുടെ കുക്കറിൻ്റെ വേവ് അനുസരിച്ചിട്ടും ദാലിൻ്റെ വേവ് അനുസരിച്ചിട്ടും വേവിച്ചെടുത്താൽ മതി. അപ്പോൾ ഇത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതിനെ ഒന്ന് അടുപ്പിൽ ഒരു ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്കുള്ള അരപ്പ് റെഡിയാക്കി എടുക്കാം. മിക്സിയുടെ ചെറിയ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്കൊരു 1/2 കപ്പോളം തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു കുറച്ച് മാത്രം കറിവേപ്പില ചേർത്ത് കൊടുക്കുക, ഒരു നല്ല ഫ്ലേവറിന് വേണ്ടിയിട്ട്. ചെറിയ ജീരകം കൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ട് അരച്ചെടുക്കാം. ഒരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്തിട്ടുണ്ട്. ഇതിനി കുറച്ച് മാത്രം വെള്ളം ചേർത്തിട്ട് നല്ലപോലെ അരച്ചെടുക്കാം. അരച്ചെടുത്തിട്ടുള്ള ആ തേങ്ങയുടെ കൂട്ട് നമ്മൾ തിളയ്ക്കാൻ വെച്ചിട്ടുള്ള ആ ഒരു പപ്പായയും ദാലൂടെ തിളയ്ക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു, അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതിനി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഉപ്പോ എരിവോ ഒക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ച് ഉപ്പും അതുപോലെ പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, കുറച്ചും കൂടെ എരിവിന് വേണ്ടിയിട്ട്. ഉപ്പ് നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം. ഒരു 2 ചെറിയ പച്ചമുളക് കൂടി ഇതിലേക്ക് ഒന്ന് പൊട്ടിച്ചിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിനി ലോ ഫ്ലെയിമിൽ ആ തേങ്ങയുടെ ആ ഒരു പച്ച ടേസ്റ്റൊക്കെ പോകാനായിട്ട് ലോ ഫ്ലെയിമിൽ ഒന്ന് ചൂടാക്കി എടുക്കാം. ഒരുപാട് തിളച്ച് പോകേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇത് അടുപ്പത്തു നിന്ന് എടുത്തു മാറ്റിയിട്ട് ഇതിലേക്ക് കടുക് താളിച്ചൊഴിക്കാം. അപ്പോൾ ഒരു പാത്രം ചൂടാകാൻ വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കടുകും ചുമന്നുള്ളി അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും വറ്റൽമുളകും ചേർത്ത് കടുക് താളിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല നാടൻ ടേസ്റ്റിലുള്ള ഒരു കറിയാണ്. ഉറപ്പായിട്ടും ട്രൈ ആക്കി നോക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത ഫ്രണ്ട്സ് സബ്സ്ക്രൈബ് ചെയ്തിട്ടുകൂടി സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്